നമ്മുടെ കൊഞ്ചുകറി, കേരള സ്റ്റൈൽ കൊഞ്ചുകറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് കൊഞ്ചുകറി. നമ്മുടെ കേരള സ്റ്റൈൽ നാടൻ കൊഞ്ചുകറിയാണ്. ഇത് നമ്മുടെ നാടൻ കുത്തരി ചോറിൻ്റെ അകത്തോട്ട് ഈ കൊഞ്ചുകറി അങ്ങോട്ട് ഒഴിച്ച് ഇതങ്ങോട്ട് ഇളക്കി. പിന്നെ ചൂട് എന്തോ മണമെന്നറിയാം, ഒരു രക്ഷയില്ല. ചോറും ചൂടാണ്, കറിയും ചൂടാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ചില ഇളവുകൾ കിട്ടിയപ്പോൾ നമ്മളൊരു കിടലിനൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. പ്രോൺസ് കറി, കൊഞ്ചും കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പം എല്ലാ വീടുകളിലും പുരുഷന്മാരാണ് അടുക്കളയിൽ കയറുന്നത്. ലോക്ക്ഡൗൺ ആയപ്പോൾ എല്ലാവരും നല്ല പരീക്ഷണങ്ങളാണ്. അപ്പം നിങ്ങളുടെ പരീക്ഷണങ്ങളിൽ ഈ ഒരു പരീക്ഷണം കൂടെ പരീക്ഷിക്കുക. കൊഞ്ചും കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു കേരള സ്റ്റൈൽ കറി നമുക്കുണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, കീപ്പ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്. അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ചെമ്മീനാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പം തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ ഒരു 1/2 കിലോ ചെമ്മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഈ മൺചട്ടിയിലാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ മൺചട്ടി ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കേരള സ്റ്റൈൽ ചെമ്മീൻ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ തനി മൺചട്ടി തന്നെ ചെയ്യണം. ഓക്കെ, 1/2 കിലോ ചെമ്മീൻ തൊലി കളഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 സവാള, ഇത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഓക്കെ, അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തായിട്ട് എടുക്കാം. അതുപോലെ തന്നെ 2 തക്കാളി വേണം. പിന്നെ 2-3 നമുക്ക് പച്ചമുളക് വേണം. കറിവേപ്പില വേണം. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്, അത് 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് തേങ്ങാപ്പാൽ വേണം. തേങ്ങ പിഴിഞ്ഞ പാലാണിത്. തേങ്ങ നമുക്ക് ഒന്ന് ചോപ്പിട്ട് അടിച്ച് പാലിട്ടെടുക്കാം. ഈസിയാണ് ഈ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നത്. അതുപോലെ ഇനി ഇതിന് വേണ്ടുന്ന മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലക്കൂട്ട് 2 സ്പൂൺ മുളക് പൊടി വേണം. അതുപോലെ തന്നെ 1/4 സ്പൂൺ മല്ലിപ്പൊടി വേണം. അതുപോലെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല വേണം. അതുപോലെ തന്നെ 1/2 സ്പൂൺ ജീരകം പൊടിച്ച പൊടി വേണം. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മസാലക്കൂട്ടാണ് നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ മൺചട്ടിക്കകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഇത് കുറച്ചൊഴിച്ചു. ഓക്കെ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ആ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. വീണ്ടും നന്നായിട്ട് ഇളക്കുക. കഴിയുമ്പം ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും ചേർത്തൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. പച്ചമുളക് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പം സവാള നമ്മൾ വഴറ്റി തുടങ്ങുമ്പോൾ ഉപ്പിട്ടു. പിന്നീട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തു, പച്ചമുളക് ചേർത്തു. ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചട്ടിയിൽ
ചട്ടിയില്ലാത്തവർക്ക് ഫ്രൈങ് പാനിൽ ഉണ്ടാക്കാം. ഫ്രൈങ് പാനിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉള്ളിയൊക്കെ വഴന്ന് കിട്ടും. ചട്ടിയിലാണെങ്കിൽ കുറച്ച് താമസമാണ് ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടി. ചട്ടിക്കകത്ത് വെച്ചത് നമ്മുടെ തനി നാടൻ രുചി കിട്ടാൻ വേണ്ടിയാണ് ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. ഇറച്ചിയൊക്കെ എടുക്കുന്നതിൽ ഒത്തിരി വഴേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം കളറായിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ച് മസാല നമ്മൾ ചേർക്കാൻ പോകണം. ഉള്ളി നന്നായി വഴന്നതിന് ശേഷം മാത്രമേ തക്കാളി ആഡ് ചെയ്യാവൂ. നമ്മുടെ മസാലപ്പൊടി നമ്മളിന്നിപ്പം ഇതിനകത്ത് ചേർക്കാൻ പോവാണ്. അതും ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കാം. ഇതൊക്കെ നമുക്ക് അല്പം വെള്ളം കൂടെ ആഡ് ചെയ്യാം. ചെറിയ 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്ക് ആഡ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതൊരു അരമണിക്കൂർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പം നമ്മുടെ കൊഞ്ചുകറി ഏകദേശം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേകാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഓക്കെ, നന്നായി തിളയ്ക്കുന്നുണ്ട്. നമ്മളിന്നിപ്പം തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൊഞ്ചൊന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാൻ പോകണം. കേരള സ്റ്റൈൽ കൊഞ്ചുകറിക്ക് നമ്മൾ കടുക് വറുത്തിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വറ്റമുളക് വേണം, കടുക്, അതുപോലെ ചുമന്നുള്ളി, കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത് കടുക് വറുത്ത് ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത്. അപ്പോൾ കേരള സ്റ്റൈലിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വറുത്തരച്ച ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷണലാണ്, നിങ്ങൾ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കറി ഏകദേശം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കൊഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ? കൊഞ്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കാൻ പോവാണ്. അടിപൊളി, നമ്മുടെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, ഉപ്പും മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പം കടുക് വറുത്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ തനി നാടൻ കേരള സ്റ്റൈലാവും. അപ്പോൾ കടുക് വറുക്കാൻ നമ്മളൊരു ചീനിച്ചട്ടി വെച്ചു. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കടുകിടാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുകിടാം. ഇപ്പോൾ നമ്മുടെ ചുമന്നുള്ളിയാണ്. ഒന്നോ രണ്ടോ ചുമന്നുള്ളി ഇടാം, കുഴപ്പമില്ല. മുളക് ആഡ് ചെയ്യുകയാണ് നമ്മൾ. ഒരു 3-4 വറ്റൽമുളക് നമുക്ക് ആഡ് ചെയ്യാം. കറിവേപ്പിലയും കൂടെ ഇടാം. അപ്പോൾ നമ്മുടെ കടുക് വറുത്തത് വറ്റൽമുളക് എല്ലാം കൂടെ ഉള്ളത്
ഇതിനകത്തേക്ക് ഇടുകയാണ്. അപ്പം നമ്മുടെ കൊഞ്ചുകറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കൊഞ്ചുകറിയാണ്. കേരള സ്റ്റൈൽ കൊഞ്ചുകറി നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കൊഞ്ചുകറിയാണ്. നമ്മൾ ഇനിയിപ്പം ചോറും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. നമ്മുടെ നാടൻ ചിരട്ടത്തവി ഉപയോഗിച്ച് കൊഞ്ചൊന്ന് ഇളക്കിയെടുക്കുകയാണ്. നമ്മൾ ചേർത്ത വറ്റൽമുളകിൻ്റെ ചേരുവ കടുക് വറുത്തത് ഒന്ന് ഇളക്കിയെടുക്കുക. എന്താ മണമെന്നറിയാം. അടിപൊളി മണം, ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇതും അല്പം ചോറും കൂടെ ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി കൊഞ്ച്. ഓക്കെ, നമ്മുടെ കേരള സ്റ്റൈൽ നാടൻ കൊഞ്ചുകറിയാണ്. നമ്മുടെ നാടൻ കുത്തരി ചോറിൻ്റെ അകത്തോട്ട് ഈ കൊഞ്ചുകറി അങ്ങോട്ട് ഒഴിച്ച് ഇതങ്ങോട്ട് ഇളക്കി. എന്നാ ചൂട് എന്തോ മണമെന്നറിയാം, ഒരു രക്ഷയില്ല. ചോറും ചൂടാണ്, കറിയും ചൂടാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിക്കണം. നല്ലതാണെങ്കിൽ നല്ലതെന്ന് അറിയിക്കുക, ശരിയായില്ലെങ്കിൽ അത് അറിയിക്കുക. ഞങ്ങളുടെ പരിഹാര മാർഗം പറഞ്ഞു തരും. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രചോദനം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇങ്ങനെയുള്ള അറിവുകൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്.